റെയിൽവേയുടെ പ്രധാന സ്റ്റേഷനുകളായ കാസർഗോഡും തലശ്ശേരിയും കേന്ദ്രീകരിച്ചുള്ള പാഴ്സൽ സർവീസുകൾ ശനിയാഴ്ച മുതൽ റെയിൽവേ പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ്. മുൻപ് പയ്യന്നൂരിലും കാഞ്ഞങ്ങാടും ഇതേ രീതിയിൽ സേവനം പിൻവലിച്ചിരുന്നു. ഇതോടെ മാംഗ്ലൂരു മുതൽ ഷൊർണൂർ വരെയുള്ള 307 കിലോമീറ്റർ ദൂരത്തിനിടയിൽ മാംഗ്ലൂരു, കണ്ണൂർ, കോഴിക്കോട്, തിരൂർ, ഷൊർണൂർ എന്നീ 5 സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും ഇനി പാഴ്സൽ ബുക്കിംഗ് സൗകര്യം ലഭ്യമാകുക. റെയിൽവേയുടെ പുതിയ നിയമപ്രകാരം മീൻ, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള പാഴ്സലുകൾ കയറ്റാനും ഇറക്കാനും ട്രെയിനുകൾക്ക് ആ സ്റ്റേഷനിൽ കുറഞ്ഞത് 5 മിനിറ്റെങ്കിലും സ്റ്റോപ്പ് ഉണ്ടായിരിക്കണം. എന്നാൽ കേരളത്തിലെ ഭൂരിഭാഗം സ്റ്റേഷനുകളിലും 2 മുതൽ 3 മിനിറ്റ് വരെ മാത്രം സ്റ്റോപ്പ് ഉള്ളതിനാലാണ് പാഴ്സൽ സർവീസ് പരിമിതപ്പെടുത്താൻ റെയിൽവേ നിർബന്ധിതരായത്. പാഴ്സൽ സംവിധാനം നിലച്ചെങ്കിലും യാത്ര ചെയ്യുന്നവർക്ക് തങ്ങളോടൊപ്പം ലഗേജ് വാനിലൂടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ സൗകര്യമുണ്ട്. എന്നാൽ ഇതിനായി യാത്രക്കാരന് സാധുവായ യാത്രാ ടിക്കറ്റ് നിർബന്ധമാണ്. ഓരോ ക്ലാസിനും റെയിൽവേ അനുവദിച്ചിരിക്കുന്ന സൗജന്യ ഭാരപരിധിയും വ്യത്യസ്തമാണ്. സെക്കൻഡ് ക്ലാസ് യാത്രക്കാർക്ക് 35 കിലോയും സ്ലീപ്പർ തേർഡ് AC യാത്രക്കാർക്ക് 40 കിലോ വീതവും, സെക്കൻഡ് AC 50 കിലോയും ഫസ്റ്റ് ക്ലാസ്സിൽ 70 കിലോയും വരെയാണ് സൗജന്യമായി കൊണ്ടുപോകാൻ സാധിക്കുക. നിശ്ചിത ഫീസ് അടച്ചാൽ സെക്കൻഡ് ക്ലാസ്സിൽ 70 കിലോ വരെയും, സ്ലീപ്പറിൽ 80 കിലോയും, സെക്കൻഡ് ACയിൽ 100 കിലോ വരെയും, ഫസ്റ്റ് ക്ലാസ്സിൽ 150 കിലോ വരെയും സാധനങ്ങൾ കൊണ്ടുപോകാം. അനുവദിച്ച അളവിൽ കൂടുതൽ ലഗേജുമായി യാത്ര ചെയ്തത് പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ പിഴ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും റെയിൽവേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 99 കണ്ണൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.